ഇന്നത്തെ സ്പെഷ്യൽ പുട്ടും മട്ടനും ആണ് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് എങ്ങനെയാണ് ഈ ബീട്രൂട്ട് പുട്ടും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഉണ്ടാക്കണമെന്ന് നോക്കാം. മട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് ലാമ്പും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മട്ടൻ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ബീട്രൂട്ട് പുട്ടും എഗ്ഗ് ബോയിൽ ചെയ്തതും പഴവും കറി എല്ലാം കൂടെ കൂടി ഒരു മിക്സായിരുന്നു കേട്ടോ, പപ്പടവും ഒക്കെ കൂട്ടി. അപ്പോൾ ബീട്രൂട്ട് പുട്ട് ഉണ്ടാക്കുമ്പം എപ്പോഴും ആൻറ്റിക്ക് കറി കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിയുടെ ഏറ്റവും ഫേവറേറ്റ് മീറ്റാണ് ലാമ്പ് അല്ലെങ്കിൽ മട്ടനോ. നമുക്ക് നാട്ടിൽ കിട്ടുന്ന മട്ടനല്ല കേട്ടോ ഇവിടുത്തെ ഇംഗ്ലീഷ് ലാമ്പ് 2.5 kg ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ബീട്രൂട്ടിന് ഞാൻ സാധാരണ ബീട്രൂട്ട് അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി നന്നായിട്ട് വെള്ളത്തിൽ നനച്ച് ഉപ്പൊക്കെ ചേർത്ത് നനച്ച് കഴിഞ്ഞിട്ട് ബീട്രൂട്ട് ഞാൻ ഹാഫ് ബീട്രൂട്ട് അരച്ചിട്ടായിരുന്നു ചേർക്കുന്നത്. ഇപ്രാവശ്യം അരയ്ക്കാനൊരു കുഞ്ഞു മടി വന്നു, അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തത് കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് ആദ്യം ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ കുക്കാവുമെന്ന് ഡൗട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിലും ബ്യൂട്ടിഫുള്ളായിട്ട് കുക്കായി നല്ലൊരു ഡെക്കറേഷനുള്ള പുട്ട് കിട്ടിയ പോലെ ആയിട്ടോ, നല്ല ബ്യൂട്ടിഫുൾ കളറ്. അപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പുട്ട് നനച്ച് അല്പനേരം വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ബീട്രൂട്ട് വലിയ ബീട്രൂട്ടായിരുന്നു, അതിൻ്റെ ഹാഫോ ചേർത്തു. അതൊന്നുകൂടി ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നനയ്ക്കണം കേട്ടോ, അപ്പോൾ അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. അത് കഴിഞ്ഞിട്ട് സാധാരണ പുട്ട് റെഡിയാക്കിയെടുത്തു. അപ്പോൾ പുട്ട് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഞാൻ എഗ്ഗ് മൈക്രോവേവ് ചെയ്തിട്ടു. അപ്പോൾ ഇതൊന്നുമില്ല, ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഉപ്പും ജസ്റ്റ് പെപ്പർ മാത്രം ഇട്ടു. പിന്നെ പഴം ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ പുട്ടൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ മട്ടൻ കറി റെഡിയാക്കാൻ പ്രോപ്പർ മട്ടൺ ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ലാമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. മട്ടനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ചെറിയ 2-3 പീസ് എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല ഗുഡ് ക്വാളിറ്റി മീറ്റ് കിട്ടുവാണെങ്കിൽ അത് എപ്പോഴും ടേസ്റ്റ് വ്യത്യാസം വരുത്തും കേട്ടോ. അപ്പോൾ മട്ടൺ ഞാൻ ഒരു സ്റ്റീൽ കുക്കറിലാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ, വീട്ടിൽ പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്തു. അപ്പോൾ നമ്മുടെ ഈ മീറ്റിലേക്ക് ഫസ്റ്റ് കുക്കിംഗ് പ്രോസസ്സിൽ ആ ഫ്ലേവർ എല്ലാം ഒന്ന് പിടിക്കും കേട്ടോ. അതിനകത്തേക്ക് ഞാൻ കറി ലീവ്സ് ചേർക്കണം. അതിന് മുമ്പ് ചതച്ചെടുത്ത കുരുമുളക് പൊടി മതി കേട്ടോ. കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ ജസ്റ്റ് ആദ്യത്തെ മാരിനേഷനിൽ തന്നെ ആ മീറ്റിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർത്തു. ഇനി ഇതിനകത്തേക്ക് ചേർക്കണം പെരിഞ്ജീരകമാണ് കേട്ടോ. അത് നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക സ്വാദ് കിട്ടും കേട്ടോ. അപ്പം ഫ്രഷായിട്ട് ഞാനിങ്ങനെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ചേർത്തു. ഇനി ആവശ്യത്തിന് കറി ലീവ്സ് ചേർക്കാം. ഞാൻ കുറച്ച് വെള്ളം ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വിസിൽ, അപ്പോൾ ഒരു ഹാഫ് കുക്കേ ആവുള്ളൂ മീറ്റ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ആവശ്യത്തിലേക്ക് ഈ മീറ്റിലേക്ക് ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ സിമ്പിൾ മാരിനേഷനാണ്. അതായത് കുരുമുളക് പൊടി, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറി ലീവ്സ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർക്കാം, ഒരു പച്ചമുളകും. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവറാണ് മീറ്റിലേക്ക് ഒന്ന് പിടിക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം കുക്കർ. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് മീറ്റ് റെഡിയാക്കാനുള്ള ബാക്കി നമ്മുടെ ഗ്രേവിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. മീറ്റിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഇത് ഇച്ചിരി ഗ്രേവിയോട് കൂടിയ കറിയാണ് കേട്ടോ. ഞാൻ സാധാരണ വഴറ്റിയാണ് എടുക്കാറ്. ഈ പ്രാവശ്യം ഇച്ചിരി ഗ്രേവിയോട് കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു. അതെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിത്തെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ പച്ചമുളക് 2ആയിട്ട് മുറിച്ചിട്ടിടാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. കട്ടിങ്ങിൻ്റെ ഞാനിങ്ങനെ കട്ടിംഗ് ബോർഡ് എടുക്കാനുള്ള മടി കൊണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ, കൈമുറിയും. അപ്പോൾ ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്ര നീളത്തിലരിഞ്ഞിട്ട് ചതച്ചിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫ്ലേവർ നമ്മുടെ മീറ്റിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് കുക്കായി കിട്ടും മീറ്റ്. അത് കഴിഞ്ഞ് ബാക്കിയത്തെ കുക്കിങ്ങും നമ്മുടെ ഗ്രേവിയിൽ കിടന്നാണ് കുക്കാവേണ്ടത്. അത് 20 to 30 മിനിറ്റും കൂടെ ആവും. അപ്പോഴത്തേക്ക് നമ്മുടെ മീറ്റ് വെന്ത് കിട്ടും. അപ്പം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കണം, നല്ലതായിരിക്കും. എൻ്റെ കുഞ്ഞുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ,
കുഞ്ഞിൽ നല്ലത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ. ഒരുപാടായി പോകരുത്, അപ്പോൾ മധുരം വരികയും ചെയ്യും കേട്ടോ. ഞാൻ തക്കാളിയൊന്നും ഉപയോഗിക്കുന്നില്ല ഈ കറിയിൽ കേട്ടോ. മട്ടനൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇടാതെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ കുക്കറടച്ച് വിസിൽ വരാൻ വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ പാനിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പുതിയ പാത്രം മേടിച്ചിട്ടുണ്ട്. താങ്ക്സ് ചേട്ടാ, ഇത് നല്ല സൂപ്പർ പാത്രമാണ് കേട്ടോ. അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് സാധാരണ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ വേർഷൻ പാത്രങ്ങളാണ് മേടിക്കുന്നത്. ഇവിടുത്തെ ഈ അടപ്പിലൊരു റബ്ബറുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു, ഇതിനകത്തുനിന്ന് റബ്ബർ ഉരുകി പോകുമോ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സൂപ്പർ പാത്രമായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സാധാരണ പുതിയ പാത്രങ്ങൾ കഴുകി അല്പം വെള്ളമൊക്കെ തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് എടുക്കാറ്. അപ്പോൾ അതൊന്ന് വെള്ളം തിളപ്പിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു വലിപ്പമുള്ള ഇഞ്ചിയുടെ പീസ്, ഒരു കുടം വെളുത്തുള്ളി, ഞാൻ പറഞ്ഞല്ലോ കൊച്ചുള്ളി എൻ്റെ കയ്യിൽ 2-3 ഉണ്ടായിരുന്നുള്ളൂ, ഉണ്ടെങ്കിൽ അധികം ചേർക്കുക. വലിപ്പമുള്ള 2 ഓനിയൻസോ. റബ്ബർ ഉരുകിയിട്ടൊന്നുമില്ല കേട്ടോ, പെർഫെക്റ്റായിട്ട്. പിന്നെ നല്ല വലിപ്പമുള്ള വാവട്ടമുള്ള പാത്രമാണ്. അപ്പോൾ നമുക്ക് മീറ്റൊക്കെ കുക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മട്ടൻ ബീഫൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും ഇത്. അപ്പോൾ ഞാൻ സ്റ്റെറിലൈസ് ചെയ്ത പാത്രത്തിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമുക്കിനി ഇത് വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കോക്കനട്ട് ഓയിലൊക്കെയാണ് ഇഷ്ടമുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നോക്കൂ, കുക്കറിൽ ഇങ്ങനെ ഇരട്ടി വെള്ളമായി ഇപ്പം ഒഴിച്ചതിനേക്കാളും. പക്ഷേ ഒരു ഹാഫ് കുക്കായിട്ട് മീറ്റ് ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. കഴിഞ്ഞിട്ട് ഓയിൽ ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒനിയൻസ് കുറച്ച് അധികം ഉണ്ടല്ലോ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർക്കാം. അല്പൂടെ വെളിച്ചെണ്ണയല്ല വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നോക്കൂ, ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ക്രഷറിലിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത്, എളുപ്പമുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പ്, കടുക് ഇപ്പോഴാണ് ഞാൻ ഇടുന്നത് കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഗരം മസാലയുടെ ഞാൻ പൊടി ചേർത്തതാണ്. എങ്കിൽ തന്നെ ഞാൻ കുറച്ച് ഗരം മസാല ഫ്രഷായിട്ട് ഗരം മസാലയുടെ എന്തിട്ടാ പറയുന്നത് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വാക്കുകൾ കിട്ടുന്നില്ല. അതായത് കറുകപ്പട്ട, സ്റ്റാർ ഒനിയൻ, പിന്നെ എന്താ ഞാൻ ചേർത്തത്, പെരുംജീരകം പൊടി ചേർത്തതാണല്ലോ നേരത്തെ. നോക്കൂ, കറുകപ്പട്ട ചേർക്കാം, പിന്നെ ഏലക്ക ചേർക്കാം. അതെല്ലാം കുറേശ്ശെ ഇതിനകത്ത് ചേർക്കണം. ഈ എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ അതും ഒരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഞാൻ കറുകപ്പട്ട ചേർത്തു. അതിന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റാർ ഒനിയൻ്റെ പകുതിയെ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ ഫ്ലേവർ ഒത്തിരി മുന്നോട്ട് നിൽക്കണം എനിക്കിഷ്ടമില്ല. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കറുകപ്പട്ട ചേർക്കാം, 2 ചെറിയ പീസ്, പിന്നെ ഏലക്ക ചേർക്കാം. അതൊക്കെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ദൂരെ നിന്നിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് പയ്യൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. 2-3 മിനിറ്റ് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി വെട്ടി ചേർക്കട്ടെ. ഇത് ഞാൻ കറുകപ്പട്ട എടുക്കാൻ പോയതിൻ്റെ കേട്ടോ. 2 ചെറിയ പീസ് കറുകപ്പട്ടയാണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒന്ന് മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിചോരും പയ്യെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി തൊട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചേർത്ത് കൊടുക്കുക, ആദ്യം വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഓരോന്ന് വഴറ്റി പയ്യൊന്നായി എണ്ണയിലേക്ക് ഫ്ലേവർ ഒന്നും ആയി കഴിയുമ്പോൾ അടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാനും കുഴപ്പമില്ല. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക 2 മിനിറ്റ്. പിന്നെ കുച്ചുള്ളി ചേർത്തു, പിന്നെ നമ്മുടെ ഒനിയൻസ് ചേർത്തു, അടുത്ത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ബാക്കിയെല്ലാം കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും എല്ലാം ചേർത്ത് അല്പം പിങ്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി. സാധാരണ ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കും കേട്ടോ.
ഇത് വഴറ്റിയെടുക്കുക. ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഓരോ പൊടികൾ വീതം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുത്തു. ഞാൻ ആദ്യം കുറച്ച് ചേർത്തായിരുന്നു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 2.5 കിലോ മീറ്റിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഗരം മസാല ചേർക്കാം കേട്ടോ. ഗരം മസാല ഒരു ടീസ്പൂൺ കുമിച്ചിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ പൊടിച്ച് വെച്ചിരുന്ന ആദ്യം ഞാൻ മീറ്റിൽ ചേർത്തിരുന്നു. ഇതിനകത്തൊരു 1/4 ടീസ്പൂണും കൂടെ ചേർത്തു. അപ്പോൾ ടോട്ടൽ ഗരം മസാല 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. നേരത്തെ 1 ടീസ്പൂൺ ചേർത്തായിരുന്നു. അപ്പോൾ ടോട്ടൽ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഒന്ന് വഴണ്ടിട്ടിട്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുമിച്ചിട്ട് ടീസ്പൂണാണ് ചേർക്കുന്നത്. 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് കുമിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സാധാരണ വടിച്ചിട്ടുള്ളതാണ് ടേബിൾ സ്പൂൺ ആണെങ്കിൽ 4 ടീസ്പൂൺ 4 ടേബിൾ സ്പൂൺ. അപ്പോൾ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. ഇതുകൊണ്ട് തന്നെ നല്ല കുരുമുളകല്ല മല്ലിപ്പൊടി ആയതുകൊണ്ട് നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ മല്ലിപ്പൊടി 4 ടീസ്പൂൺ കുമിച്ചിട്ട് ചേർത്തു. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിനകത്തേക്ക് നല്ല എരിയുള്ള മുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് കുട്ടികൾക്കുള്ളതുകൊണ്ടാണ്. എരിവ് വേണമെങ്കിൽ എരിവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവർ കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി എരിവ് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. അതുകൊണ്ട് ഇനി പിന്നെ ഞാനൊരു മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അത് മസാലപ്പൊടികളെല്ലാമായി ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഈ മസാല ഒന്ന് മൂത്ത് വന്നു മതി. ഇപ്പം തീ കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിനകത്തേക്ക് നമുക്ക് കുക്ക് ചെയ്തിരിക്കുന്ന മീറ്റ് ഇടുക. ഒരു 25 to 30 മിനിറ്റ്സ് അപ്പോഴത്തേക്ക് മീറ്റ് റെഡി ആക്കി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ അര കുക്ക് ആയിട്ടായിട്ടുള്ളൂ. അതിനകത്ത് ആ ഗ്രേവിയോട് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. മൂടി വെച്ച് സ്ലോ കുക്ക് ചെയ്തിട്ടാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് GNB ബ്ലോഗ്സ്. അപ്പോൾ ഞാനിത് ബാക്കിയത്തെ കറിയും കൂടെ ചേർക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിനകത്തെ ഗ്രേവി ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിന് മസാല എല്ലാം കൂടെ ഒന്ന് കൂടി ഇളക്കി കഴിഞ്ഞ് പിന്നെ മീറ്റും കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതേതായാലും മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കുക്കറിലെ ഗ്രേവി ഇതിനകത്തേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഗ്രേവി ചേർക്കാം. നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കുക്കായി. ഗ്രേവി നമ്മുടെ സ്റ്റോക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീറ്റും കൂടെ അതെല്ലാം കൂടെ മസാലയിലൊന്ന് യോജിച്ച് കിട്ടട്ടെ. ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കറിയല്ല കേട്ടോ. ഗ്രേവിയുള്ള കറി ഫോമിലെടുക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും നല്ലതായിരിക്കും. അതിനകത്തേക്ക് നമുക്ക് മീറ്റ് ചേർത്ത് കൊടുക്കാം.
ഒന്ന് 2 പീസ് ബോണും ഉണ്ട് കേട്ടോ. അപ്പോൾ ബോണോട് കൂടിയതാകുമ്പോൾ അതിന് ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ കറി വെക്കുമ്പോൾ. മീറ്റ് ചേർത്ത് കൊടുക്കട്ടെ. മീറ്റെല്ലാം ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ആ കുക്കറിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്തുള്ള ഫ്ലേവറൊന്നും പോകണ്ട, അതും കൂടി ഒന്ന് കഴുകിയിട്ടിനകത്തേക്ക് ചേർക്കണം കേട്ടോ. പിന്നീട് ഇതെല്ലാം ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി മൂടി വെച്ച് കുക്ക് ചെയ്യാം. നല്ല സൂപ്പർ മണമാണ് കേട്ടോ വരുന്നത്. ഞാൻ ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ല അതിനകത്ത് കേട്ടോ. മട്ടൻ്റെ തനി ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുക്കറിലെ ചൂടുവെള്ളം ഇച്ചിരി ഒഴിച്ച് അതിൻ്റെ ബാക്കിയുള്ള എൻ്റെ ഇരുന്നൂടെ ഇതിനകത്തേക്ക് കറിയിലേക്ക് ചേർത്ത്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി. നമ്മൾ മല്ലിയില നമ്മുടെ ഫ്രീസറിൽ വെച്ചിരുന്ന മല്ലിയിലയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയായിരുന്നു. അപ്പോൾ നല്ല ധാരാളമായിട്ട് വാരി വിതറുക. നല്ല സൂപ്പർ മണ വരുന്നത് കേട്ടോ. അപ്പോൾ 2 മിനിറ്റും കൂടെ മൂടി വെച്ചാൽ മതി, നമ്മുടെ കറി റെഡി. ആൻറ്റി എനിക്ക് 10 ഔട്ട് ഓഫ് 10 തന്നു കേട്ടോ കറിക്ക്. അത്രയും ടേസ്റ്റായിരുന്നു. ആൻറ്റിയുടെ ഫേവറേറ്റ് മീറ്റാണ് മട്ടന്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ലാമ്പിലാണ് ഞാൻ റെഡിയാക്കിയത് കറി. അപ്പം മട്ടനും ഗോട്ടോ എന്താണ് നമ്മുടെ കയ്യിലുള്ള അതല്ല ഏത് മീറ്റും ഇതുപോലെ ചെയ്യാം. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പോൾ ഞാൻ ഇത് ബീട്രൂട്ട് പുട്ടും ഇംഗ്ലീഷ് ലാമ്പ് കറിയാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി എൻവി ബ്ലോഗ്സ്. അപ്പോൾ ഞാൻ പുട്ടിൻ്റെ കൂടെ സെർവ് ചെയ്യട്ടെ കേട്ടോ. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സൂപ്പർ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരല്പം കുരുമുളക് പൊടി വിതറാം. അതിൻ്റെ പൊടിയുടെ ഫ്ലേവർ കുറവാണെങ്കിൽ ഒരല്പം ഗരം മസാല കൂടെ തൂകുക, മൂടി വെക്കാം. പുട്ട് മട്ടൻ സൂപ്പർ കോമ്പിനേഷനാണ്. പുട്ടും നമുക്ക് ഡിന്നറിനൊക്കെ ഓക്കെയാണ്. അങ്ങനെ ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ ഗ്രേറ്റ് ചെയ്ത് പുട്ടാകുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് അത് കറികളുടെ കൂടെ കഴിക്കുമ്പോൾ അതിനും ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു. പോയി ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ കേട്ടോ. താങ്ക് യു, ബൈ. ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.